യേശുനാഥൻ അമൃതധാര അമൃതധാര അമൃതധാര. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 4-ാം സങ്കീർത്തനമാണ് നമ്മുടെ ധ്യാന വിഷയം. നാം തുടർച്ചയായി 4-ാം സങ്കീർത്തനം ധ്യാനാത്മകമായി ചിന്തിച്ചും പഠിച്ചും കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അന്ന് രാത്രി തന്നെ മരണം സംഭവിച്ചേക്കാം എന്ന് ഭാരത്തോടും ഭയത്തോടും കൂടി ഇരിക്കുന്ന സമയം ദാവീദ് രാജാവ് അന്ന് രാത്രി വനത്തിലെ ഗുഹയിൽ കിടന്നുറങ്ങുമ്പോൾ രാജാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് ഉറങ്ങാൻ തുടങ്ങുന്നു. ആ പ്രാർത്ഥന തുടങ്ങുമ്പോൾ ദുഃഖം നിറഞ്ഞതാണ്, കണ്ണീരണിഞ്ഞതാണ്, യാതനയും വേദനയും തിങ്ങിയതാണ്, കടുത്ത ഡിസ്ട്രസ്, കൊടിയ വേദന, കൊടിയ കഷ്ടത. എന്നാൽ ആ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ ഏറ്റവും മനോഹരമായ ബ്ലെസ്സിങ്, ഫ്രം ഡിസ്ട്രസ് ടു ബ്ലെസ്സിങ്, കൊടിയ ദുരിതത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്കുള്ള ഒരു മുന്നേറ്റമാണ് ആ പ്രാർത്ഥന. ആ പ്രാർത്ഥനയെ മൊത്തത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മുടെ ജീവിതത്തിൽ ഏത് കൊടിയ ദുരിതം വന്നാലും, ഏത് രൂക്ഷമായ പ്രശ്നം വന്നാലും നമുക്ക് മോചനത്തിനൊരു സാധ്യതയുണ്ട്, അനുഗ്രഹം ലഭിക്കാൻ ഒരു സാധ്യതയുണ്ട്. ഒന്നേ ഒന്ന് മാത്രം, ദൈവത്തിലുള്ള വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്തുയേശുള്ളതായ ശരണം, ദൈവത്തെ ഹൃദയം നുറുങ്ങി കരഞ്ഞ് വിളിക്കുന്ന സാക്ഷാൽ പ്രാർത്ഥനയുടെ അനുഭവം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് നിങ്ങൾ ഓർക്കുമായിരിക്കും, ഫ്രം ടീയേഴ്സ് ടു ട്രയംഫ്, കണ്ണുനീരിൽ നിന്ന് വിജയത്തിലേക്ക്, ഫ്രം സാഡ്നെസ് ടു ഗ്ലാഡ്നെസ്, ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക്. ഇന്ന് അതുപോലെ പറയുകയാണ്, ഫ്രം ഡിസ്ട്രസ് ടു ബ്ലെസ്സിങ്, ദുരിതത്തിൽ നിന്നും കഷ്ടതയിൽ നിന്നും അരിഷ്ടതയിൽ നിന്നും അനുഗ്രഹത്തിലേക്കുള്ള ഒരു മുന്നേറ്റം. ദൈവത്തിന് സ്തോത്രം. ഇത് നാം ഈ ചിന്തകൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ദയവായി നിങ്ങൾ ചിന്തിക്കൂ, എൻ്റെ കർത്താവേ, താങ്ങാൻ വയ്യാത്ത ദുരിതങ്ങൾ എനിക്കുണ്ട്, വഹിക്കാൻ വയ്യാത്ത വളരെ ദുർവഹമായ ഭാരങ്ങൾ എനിക്കുണ്ട്, എനിക്ക് ചുമക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള ബേർഡൻസ്, വലിയ ഭാരങ്ങൾ എനിക്കുണ്ട്, എൻ്റെ ഹൃദയം നിറയെ ദുഃഖമാണ്. എൻ്റെ കർത്താവേ, ദാവീദിൻ്റെ ജീവിതത്തിൽ മരണത്തെ മുന്നിൽ കാണുമ്പോൾ ദാവീദ് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുകയും അനുഗ്രഹത്തിലേക്ക് വരികയും ചെയ്തതുപോലെ ഇന്ന് ഞാൻ കർത്താവേ, എൻ്റെ യാതന നിറഞ്ഞ ജീവിതത്തിൽ നിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് ഞാനിതാ വരുന്നു. എനിക്ക് ഒരനുഗ്രഹം തരണമേ, എനിക്ക് നിൻ്റെ സഹായം തരണമേ കർത്താവേ. മരണഭീതി മാറ്റി തരണമേ, ദുഃഖങ്ങളും ആകുലങ്ങളും മാറ്റി തരണമേ. നാം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെ ശ്രദ്ധിക്കുക. ഈ 4-ാം സങ്കീർത്തനത്തിൽ 5 വാക്കുകളിൽ അതിൻ്റെ ആശയത്തെ ക്രോഡീകരിക്കാമെന്ന്. ഒന്ന്, റൈച്ചസ്നെസ്, ദൈവത്തിൻ്റെ നീതി. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. 2, പ്രേയർഫുൾനെസ്, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ നീ എനിക്ക് ഉത്തരമരുളണമേ, പ്രാർത്ഥന. ദൈവത്തിൻ്റെ നീതി, പ്രാർത്ഥനാ ജീവിതം. 3, സിൻലെസ്നെസ്, പാവമില്ലായ്മ. നടുങ്ങുവീൻ, പാവം ചെയ്യാതിരിപ്പീൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. 4, പീസ്ഫുൾനെസ്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, സമാധാനം. 5, ഫിയർലെസ്നെസ്, നിർഭയത്വം, പേടിയില്ലാത്ത അവസ്ഥ, നിർഭയത്വം. ഈ 5 വാക്കുകളിൽ ഈ സങ്കീർത്തനത്തെ നമുക്ക് ഏതാണ്ട് സംഗ്രഹിക്കാം എന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്. എന്നാൽ ഇനി മറ്റൊരു വിധത്തിൽ ഈ സങ്കീർത്തനത്തെ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമത്തേത്, ബ്ലെസ്സിങ് ഓഫ് എൻലാർജ്മെൻറ്റ്, വിശാലതയ്ക്ക് വേണ്ടിയുള്ള അനുഗ്രഹം, വിശാലതയുടെ അനുഗ്രഹം.
ദ ബ്ലെസ്സിങ് ഓഫ് എൻലാർജ്മെൻറ്റ്. വായിക്കാം. 4-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളേണമേ. ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ, ഞെരുങ്ങിയിരുന്നപ്പോൾ, ഞാൻ ക്ഷീണിതനായി ഞെരുങ്ങി ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എൻ്റെ ജീവിതത്തിൻ്റെ വഴികളെല്ലാം വിശാലമാക്കി തന്നു. പൈശാചികൻ എന്നെ ഒരു മൂലയിൽ കൊണ്ടുവന്ന് ഒതുക്കാൻ ശ്രമിക്കുകയായിരുന്നു. എൻ്റെ ജീവിതം തീരാൻ തുടങ്ങുകയായിരുന്നു. കർത്താവേ, ആ മൂലയിൽ എന്നെ കൊണ്ടുവന്ന് കോർണർ ചെയ്ത് എന്നെ ഞെരുക്കാൻ തുടങ്ങുകയായിരുന്നു. ആ ഞെരുക്കത്തിലിരുന്നപ്പോൾ കർത്താവേ, നീ എനിക്ക് വിശാലത വരുത്തി. ദ ബ്ലെസ്സിങ് ഓഫ് എൻലാർജ്മെൻറ്റ്, വിശാലതയ്ക്കുള്ള അനുഗ്രഹം. പലരും ഇന്ന് ചില പ്രത്യേക വിഷയങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണ്, ഒതുങ്ങിയിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. ചില യാതനകളിൽ കുടുങ്ങിയിരിക്കുന്നവരുണ്ട്, ചില പ്രശ്നങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നവരുണ്ട്, ചില ആവലാതികളിൽ കുടുങ്ങിയിരിക്കുന്നവരുണ്ട്. കുടുംബത്തിൽ തന്നെ പൂർണ്ണമായ സ്നേഹമോ പൂർണ്ണമായ സന്തോഷമോ ഇല്ലാതെ, പരസ്പര സ്വൈര്യമില്ലാതെ, പരസ്പരം ഇണക്കമില്ലാതെ കഴിയുന്നവരുണ്ട്. ഞെരുങ്ങിയിരിക്കുന്നു, ഒതുങ്ങിയിരിക്കുന്നു. ചില കുടുംബങ്ങളിൽ നിങ്ങൾക്ക് പക്ഷേ അത്ഭുതം തോന്നും. ഭാര്യ വീട്ടിന് പുറത്തിറങ്ങാൻ ഭർത്താവിന് സമ്മതമല്ല, പള്ളിയിൽ പോകാൻ പോലും സമ്മതിക്കുകയില്ല. അവൾ നല്ലൊരു സാരി ഉടുത്താൽ ഭർത്താവിന് സംശയം. നല്ലൊരു സാരി ഉടുത്ത് ഇറങ്ങാൻ ഭർത്താവിന് സംശയം. നീ ആരെ കാണിക്കാനാണ് ഈ സാരി ഉടുക്കുന്നേ? ഭർത്താവ് ചോദിക്കും. അവൾക്ക് അവളുടെ സ്വന്തം വീട്ടിൽ പോകാൻ അനുവാദമില്ല. സ്വന്തം വീട്ടിൽ അവനും കൂടി ഒരുമിച്ച് പോകാനാണെങ്കിലും അവൻ തയ്യാറല്ല. ഭർത്താവും ഭാര്യയും ഒരുമിച്ച് സന്തോഷമായി, ഐക്യമായി, പൂർണ്ണ സ്നേഹത്തിൽ കഴിയേണ്ട ഭവനത്തിൽ ഭാര്യ എപ്പോഴും ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. ഒരു മൂലയ്ക്ക് ഒതുക്കി നിർത്തിയിരിക്കുകയാണ്, കോർണർ ചെയ്തിരിക്കുകയാണ്. അവൾക്ക് സ്വാതന്ത്ര്യമില്ല, ഒന്നിനും സ്വാതന്ത്ര്യമില്ല. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ സ്ത്രീത്വത്തിൻ്റെ മാഹാത്മ്യം കണ്ടത് കർത്താവായ യേശുക്രിസ്തുവാണ്. സ്ത്രീത്വത്തെ മാനിച്ചത് കർത്താവായ യേശുക്രിസ്തുവാണ്. സ്ത്രീകളെ ആദരിക്കുകയും അവരെ പുരുഷനൊപ്പം കാണുകയും ചെയ്ത കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ കാലം മുതലാണ് സ്ത്രീത്വത്തിന് ബഹുമതി ഉണ്ടായത്, സ്ത്രീത്വത്തിന് മാന്യത ഉണ്ടായത്. സ്ത്രീകൾ പുരുഷൻ്റെ ഒരു ഉപഭോഗ വസ്തുവായിട്ടാണ് അതുവരെ കണക്കാക്കിയിരുന്നത്. പുരുഷൻ പറയുന്നതെല്ലാം കണ്ണടച്ച് അനുസരിക്കേണ്ട ഒരാൾ, പുരുഷൻ്റെ ആവശ്യങ്ങളും ഇഷ്ടങ്ങളും എല്ലാം സാധിച്ചു കൊടുക്കേണ്ട ഒരാൾ, എന്ത് ചെയ്താലും തിരിച്ചൊന്നും പറയുകയോ പ്രതികരിക്കുകയോ ചെയ്യാൻ പാടില്ലാത്ത ഒരാൾ. സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമായിരുന്നു. കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുമായിരിക്കും, ഡൗൺ ട്രോഡൻ, നിലത്തെ ചവിട്ടി താഴ്ത്തപ്പെട്ടൊരു വിഭാഗം. അവർക്ക് തലപൊക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല, കോർണർ ചെയ്ത് അവരെ ഒതുക്കി നിർത്തിയിരുന്നു. ഒരു അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല. വീട്ടിലെ കാര്യങ്ങളാകട്ടെ, മക്കളുടെ കാര്യങ്ങളാകട്ടെ, ഒന്നിനെക്കുറിച്ചും ഒരു അഭിപ്രായം പറയാൻ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഇന്നും ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ. ഒരുപക്ഷേ അപരിഷ്കൃതത്വമാണ്, കിരാതത്വമാണെന്നൊക്കെ പറയാൻ നോക്ക്, പക്ഷേ ആളുകൾ അത് സമ്മതിക്കുകയില്ല. വളരെ അപരിഷ്കൃതമായ സ്വഭാവം, വളരെ പ്രാകൃതമായ സ്വഭാവം, കാട്ടാള മനോഭാവം എന്ന് വേണമെങ്കിൽ പറയാം. പുരുഷൻ്റെ അടിമയായി സ്ത്രീകൾ കഴിയുന്ന കാലം. ഇന്ന് അനേക കുടുംബങ്ങളിൽ എങ്ങനെയാണ്? ഡിസ്ട്രസ്, കൊടിയ ക്രൂരതയിൽ, കൊടിയ യാതനയിൽപ്പെട്ട് പെടയുന്ന ജീവിതങ്ങൾ, ഒതുങ്ങിക്കഴിഞ്ഞ് പെടയുന്ന ജീവിതങ്ങൾ. ഒരക്ഷരം മിണ്ടാൻ പോലും അനുവാദമില്ല. വേറെ ചിലയിടത്ത് മക്കൾക്ക് പൂർണ്ണ സംരക്ഷണം കിട്ടുന്നില്ല. ഞാൻ വായിച്ചു, ഒരിക്കൽ അമ്മ ഓഫീസിൽ നിന്ന് വരികയാണ്. അപ്പനും അമ്മയ്ക്കും ജോലിയുണ്ട്. മോള് സ്കൂളിൽ നിന്ന് വന്ന് ഗേറ്റിങ്ങിൽ നിൽക്കുകയാണ്, അമ്മ വരുന്നത് കാണാൻ. ഗേറ്റിങ്ങിൽ നിൽക്കുകയാണ്. അമ്മ വന്ന പാടെ അവൾ ഓടിച്ചെന്ന്, അമ്മ ഇന്ന് സ്കൂളിൽ ഒരു സംഭവം ഉണ്ടായി. മോളെ നമുക്ക് അങ്ങ് വീട്ടിലോട്ട് ചെല്ലാം, നീ പറയാൻ ധൃതി പിടിക്കല്ലേ. വീട്ടിൽ ചെന്നു. അമ്മ പെട്ടെന്ന് പിന്നെ അടുക്കളയിൽ കിടന്നു, കാപ്പി ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അവൾ കൂടെ നിൽക്കുക. ഇത് പറയാൻ അവൾക്ക് പറയണം, ധൃതിയിൽ പറയണം. അമ്മ കേൾക്കാൻ തയ്യാറല്ല. കാരണം അമ്മയ്ക്ക് ജോലിയുണ്ട്,
തിരക്ക് പിടിച്ച ജോലിയുണ്ട്. പകൽ മുഴുവൻ ജോലി ചെയ്യാൻ പോയ സ്ത്രീ ഇപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് അത്യാവശ്യം അടുക്കളയിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഭർത്താവിന് ആഹാരം തയ്യാറാക്കേണ്ട കാര്യങ്ങളുണ്ട്. മക്കൾക്ക് ആഹാരം തയ്യാറാക്കണം. പ്രത്യേകിച്ചുള്ള ആഹാരങ്ങൾ വേണം. പല പല കാര്യങ്ങൾ എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുന്ന വീട്ടിലെല്ലാം ശരിയാക്കണം. അമ്മ ധൃതി പിടിച്ച് ഓരോന്ന് ചെയ്യുകയാണ്. അവൾ പറയുന്നത് നടക്കുക. അവൾക്ക് എന്തോ പറയാനുണ്ട് കാര്യങ്ങൾ. മോൾ പറയുന്നതൊന്നും കേൾക്കാൻ അമ്മയ്ക്ക് നേരമില്ല. അവൾ വിടാതെ കൂടിയപ്പോൾ അമ്മ പറഞ്ഞു, മോളെ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് സമയമുണ്ടാവും, അന്നേരം പറയാം. ഭക്ഷണം കഴിക്കാനിരുന്നു. അന്ന് ഭക്ഷണമേശയിൽ ഇഷ്ടക്കുറവായിരുന്നു. ഭർത്താവും ഭാര്യയും തമ്മിൽ നീരസമായി. എന്തോ ചില നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ്, ഒരുപക്ഷേ അത് ഉപ്പ് കൂടിപ്പോയി എന്നോ അല്ല ഉപ്പ് കുറഞ്ഞു പോയി എന്നോ അതിൽ കറിക്ക് രുചിയില്ലെന്നോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്തോ പറഞ്ഞ് നിസ്സാര കാര്യം പറഞ്ഞ് അവസാനം വഴക്കായി. അന്നേരം കൊച്ചിനെ പറയാൻ പറ്റിയില്ല. മോൾ എപ്പോഴും അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ ശ്രദ്ധ പിടിച്ചിരിക്കുക, പറയാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് അമ്മ പിന്നെ അടുക്കളയിലെല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിരിക്കുക, അത് ശ്രമിക്കുകയാണ്. അവൾ പറയാൻ നടക്കുക. അമ്മയുടെ സാരി തുമ്പിൽ പിടിച്ചുകൊണ്ട് അവൾ ഇങ്ങനെ പറയാൻ നടക്കുക. അവൾക്ക് ഇത് പറയണം ഏതോ ഒരു വലിയ സംഭവമാണ്. അവളെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവം, അമ്മയ്ക്ക് അത് വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ അമ്മ അത് കേൾക്കാൻ നേരമില്ല. നീ പിന്നെ ആട്ടെ, നീ വിടാതിരിക്കുക, നീ പോയി കിടക്ക്. അവൾ പോയി കിടന്നു. പക്ഷേ അവൾക്ക് ഉറക്കം വരുന്നില്ല. അമ്മ വന്ന് കിടന്നു. അമ്മ അവളെ ചേർത്തണച്ച് കിടന്നു. അപ്പോൾ അവൾ വിതുമ്പിക്കൂടി ചോദിച്ചു, അമ്മ വാസ്തവമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതെന്താ അവൾ നിങ്ങൾ ചോദിക്കുന്നത്? അല്ല, ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും അമ്മയ്ക്ക് നേരമില്ലല്ലോ. വാസ്തവമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത്, ആ കുഞ്ഞിൻ്റെ കുരുന്ന് മനസ്സിൽ മുളച്ചു വന്നതായ ചില ആശകളും ആശയങ്ങളും ഒന്ന് കൈമാറാൻ അവൾ ധൃതി പിടിക്കുകയായിരുന്നു. പക്ഷേ സാധിക്കുന്നില്ല. അമ്മയ്ക്ക് കേൾക്കാൻ നേരമില്ല. ബദ്ധപ്പാട് പിടിച്ച ജീവിതം, തിരക്ക് പിടിച്ച ജീവിതം, പലതരത്തിലുള്ളതായ ആകുലങ്ങളുള്ള ജീവിതം, കുഞ്ഞിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ അമ്മയ്ക്ക് നേരമില്ല. പല കുടുംബങ്ങളിലും മക്കളെ ശ്രദ്ധിക്കാൻ മാതാപിതാക്കൾക്ക് നേരമില്ല. മക്കൾക്ക് ആഗ്രഹമുണ്ട് അപ്പൻ്റെ അമ്മയുടെയും കൂടെ എവിടെയെങ്കിലും പോകണമെന്ന്. മക്കൾക്ക് ആഗ്രഹമുണ്ട് അപ്പൻ്റെ അമ്മയുടെയും കൂടെ കുറേ നേരം ഇരിക്കണമെന്ന്. മക്കൾക്ക് ആഗ്രഹമുണ്ട് അപ്പനും അമ്മയായിട്ട് ഒരുമിച്ച് സംസാരിക്കണമെന്ന്. നിങ്ങൾ വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളുമെല്ലാം ഒരുമിച്ച് സംസാരിക്കാനും ഉള്ളം പകരാനും പൊട്ടിച്ചിരിക്കാനും സന്തോഷിക്കാനും അങ്ങനെ ഹൃദയത്തിലുള്ളതായ കാര്യങ്ങളെല്ലാം തുറന്നു പറയാനൊക്കെ ഒരു അവസരം വേണം. ഭാര്യയ്ക്ക് ഭർത്താവിനോട് പറയാൻ സ്വാതന്ത്ര്യമില്ല. ഭർത്താവിൻ്റെ അടുക്കൽ സംസാരിക്കാൻ നേരമില്ല. ഭർത്താവിനാണെങ്കിൽ ഓഫീസിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ കാര്യങ്ങളോ അതെല്ലാം തലയിൽ കിടന്ന് പുകയുന്നു. ഭാര്യയോടൊന്ന് സ്നേഹമായിട്ട് മിണ്ടാൻ നേരമില്ല. ഭാര്യയുടെ അടുക്കൽ ഇരിക്കാൻ നേരമില്ല. അല്ലെങ്കിൽ ഭർത്താവ് ആ സമയം മുഴുവൻ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ടി വിയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. ഭാര്യയോട് മിണ്ടാനോ അവളുടെ കൂടെ ഇരിക്കാനോ സമയമില്ല. ആകെ അസ്വസ്ഥമായൊരു അന്തരീക്ഷം. ജീവിതത്തിൽ ആകെ ഒതുങ്ങിക്കൂടുന്ന മനുഷ്യൻ, അവന് വിശാലത ആവശ്യമാണ്. വിശാലത വേണം. നീ എനിക്ക് വിശാലത വരുത്തി. ഒന്നൂറ് വായിക്കൂ, 4-ാം സംഘത്തിന് 1-ാം വാക്യം. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ഞാൻ ഞെരുക്കത്തിലിരിക്കുകയായിരുന്നു. പല കാര്യങ്ങളും ഞെരുങ്ങിയിരിക്കുകയാണ്. ഓരോരുത്തരുടെയും മനസ്സിൽ ഞെരുക്കമുണ്ട്. തുറന്ന് പറഞ്ഞാൽ കൊള്ളാവുന്ന കാര്യങ്ങളുണ്ട്. തുറന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടുന്ന കാര്യങ്ങളുണ്ട്. ആരോട് പറയും? ആര് കേൾക്കും? ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എൻ്റെ ദൈവമേ, എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമില്ലണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എൻലാർജ്മെൻറ്റ്, ദ ബ്ലെസ്സിങ് ഓഫ് എൻലാർജ്മെൻറ്റ്. നമുക്ക് വിശാലത തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിശാലതയുടെ അനുഗ്രഹം തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. തുറന്ന മനസ്സ് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. വീട്ടിലെല്ലാവരും പരസ്പരം തുറന്ന് സംസാരിക്കുന്നവരായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ചിന്താഗതികൾ കൂടുതൽ വിശാലമാകാൻ ആഗ്രഹിക്കുന്നു. പലരും ഇടുങ്ങിയ മനസ്സാണ്. ഇടുങ്ങിയ മനസ്സ്. എൻ്റെ ദേഹം അല്ലെങ്കിൽ എൻ്റെ ശരീരം, എൻ്റെ ആരോഗ്യം, അല്ലെങ്കിൽ ഒരു പടി കൂടി കിടന്ന് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, ഒരു പടി കൂടി കിടന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ, തീർന്നു, ലോകം തീർന്നു. എത്രയോ ആളുകളുള്ള ഈ ലോകത്ത് മറ്റാരുടെയും കാര്യം ചിന്തിക്കാൻ നേരമില്ല. വേദനിക്കുന്നവരുടെ വേദന കാണാൻ നേരമില്ല. വേദനിക്കുന്നവരുടെ ദുഃഖം കാണാൻ നേരമില്ല. മനസ്സ് ഉരുകി വലയുന്ന അനേകരുണ്ട്. എൻ്റെ ദൈവമേ, ഒരു ഇതൊക്കെ തുറന്നു പറഞ്ഞിരുന്നെങ്കിലും നാശിക്കുന്ന അനേകരുണ്ട്. അവരെ ഒന്ന് ശ്രദ്ധിക്കാൻ നേരമില്ല. നീ എനിക്ക് വിശാലത വരുത്തി. ദൈവം വിശാലത വരുത്തുന്നവനാണ്.
വിശാലത വരുത്തുന്നവൻ. നമുക്കൊരു ഭാഗം വായിക്കണമല്ലോ വേദപുസ്തകത്തിൽ നിന്ന്. ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം മുതൽ വായിക്കണം. യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. യബ്ബേസ് പ്രാർത്ഥിച്ചു, എൻ്റെ അതിര് നീ ഒന്ന് വിശാലമാക്കി തരണം. ഞാൻ ഇടുങ്ങിയിരിക്കുന്നവനാണ്, ഞാൻ ഞെരുങ്ങിയിരിക്കുന്നവനാണ്, ഞാൻ ഒരിടത്ത് കുടുങ്ങിപ്പോയവനാണ്, എനിക്ക് വിശാലതയില്ല, എൻ്റെ അതിര് നീ വിശാലമാക്കി തരണം. എന്തായിരിക്കും കാരണം? അവിടെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു. ജന്മന തന്നെ അവനെന്തോ ചില പോരായ്മകളുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും അംഗഭംഗമായിരിക്കാം, ഏതെങ്കിലും അവയവങ്ങൾക്കുള്ള കേടായിരിക്കാം, ഒരുപക്ഷെ അവൻ്റെ കൈ ചുരുണ്ടതായിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ കാല് മടങ്ങിയിരിക്കുകയായിരിക്കും, അവന് നല്ലതുപോലെ നടക്കാൻ വയ്യായിരിക്കാം, ഒരു പ്രാകൃതമായ മുഖമായിരിക്കാം, വികലമായ മുഖമായിരിക്കാം, സൗന്ദര്യമോ ആരോഗ്യമോ ഇല്ലാത്ത ശരീരമായിരിക്കാം. എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവനെ പ്രസവിച്ച് കണ്ടപാടെ അമ്മയ്ക്ക് അയ്യോ കഷ്ടമെന്ന് തോന്നിപ്പോയി. വായിക്കാം, ഒന്നുകൂടെ വായിച്ചു. യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഡിസ്ട്രസ് എന്നാണ്, ദുരിതമെന്നാണ്, കഷ്ടപ്പാടെന്നാണ്. ഞാൻ അവൻ വ്യസനത്തോടെ പ്രസവിച്ചു. അവനെ പ്രസവിച്ചുകൊണ്ട് അമ്മയ്ക്ക് വ്യസനം, ആ രീതിയിൽ അവൻ ഈ ഭൂമിയിൽ ജനിച്ചതുകൊണ്ട് അവനും വ്യസനം. ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു. ജന്മനാഥന ഒരു പോരായ്മയുണ്ട്, അപകർഷതാബോധം എന്നുണ്ടെങ്കിൽ പറയാം. ആ കൊച്ചു വളർന്നു വരുമ്പോൾ ഏതോ ഒരു വലിയ അപകർഷത അവനെ ബാധിച്ചിരുന്നു. മറ്റുള്ളവർ ഓടി നടക്കുന്നത് കാണുമ്പോൾ അവനൊരു അപകർഷത, മറ്റുള്ളവരെ ചിരിച്ച് സന്തോഷിക്കുന്നത് കാണുമ്പോൾ അവന് അപകർഷത, മറ്റുള്ളവർ സ്കൂളിലേക്ക് ബാഗൊക്കെ ആയിട്ട് സന്തോഷത്തോടെ വളരെ ഉല്ലാസത്തോടെ പോകുമ്പോൾ അവന് ഒരു അസ്വസ്ഥത, മറ്റുള്ളവർ ഓടിച്ചാടി കളിക്കുന്നത് കാണുമ്പോൾ അവന് അസ്വസ്ഥത. എനിക്കത് പറ്റുന്നില്ലല്ലോ, എൻ്റെ ശരീരം ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ എന്തെങ്ങനെ ആയിപ്പോയത്? ഒരു ഇൻഫീരിയോറിറ്റി ഫീലിംഗ് അവൻ്റെ ഉള്ളിൽ, അപകർഷതാബോധം. അനേകരങ്ങനെയാണ്, ചില കാര്യങ്ങളിലെ പോരായ്മ കൊണ്ട് അപകർഷത പിടിപെട്ടവരുണ്ട്. അപകർഷത പിടിപെടുമ്പോൾ, ഇൻഫീരിയോറിറ്റി ഫീലിംഗ് വരുമ്പോൾ ചെയ്യേണ്ടത് എന്താണ്? അവൻ യബ്ബേസ്, അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ ഞെരുക്കത്തിൽ പ്രാർത്ഥിക്കുക, അതല്ലാതെ വേറെ പോകാൻ വഴിയില്ല. സത്യം നിങ്ങൾ കേൾക്കൂ. അപകർഷതാബോധം കൊണ്ട് തല കുനിഞ്ഞവർ ഉയരത്തിലെ നിത്യനായി ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുക. അപകർഷതാബോധം കൊണ്ട് താഴ്ച സംഭവിച്ചവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. ക്രൂസിൽ വേദനയേറ്റ് പിടഞ്ഞ ക്രിസ്തുവിങ്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ ഞാൻ കുറഞ്ഞവനാണ്, കർത്താവേ ഞാൻ പോരായ്മയുള്ളവളാണ്, എൻ്റെ കർത്താവേ എനിക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം കിട്ടിയില്ല, എൻ്റെ സഹോദരന്മാരെക്കാളും എനിക്ക് ബുദ്ധി കുറഞ്ഞു പോയതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, എൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി, എൻ്റെ കർത്താവേ എൻ്റെ ശരീരത്തിന് ആരോഗ്യമില്ല, എന്നും ചികിത്സ എന്നും മരുന്ന്, എൻ്റെ കർത്താവേ ഞാനിങ്ങനെ ആയിപ്പോയി. ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവിടെ നിരാശയോടുകൂടിയല്ല, പ്രതീക്ഷയോടും പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുക. കർത്താവേ നീ എൻ്റെ ഈ ദുസ്ഥിതിയിൽ എനിക്കൊരു ഉയർച്ച തരണമേ, എനിക്കൊരു ഉദ്ധാരണം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ഈ ദയനീയ അവസ്ഥയിൽ, എൻ്റെ ഈ പോരായ്മയുള്ള അവസ്ഥയിൽ, എൻ്റെ ഈ അരിഷ്ടാവസ്ഥയിൽ കർത്താവേ നിൻ്റെ കരം എന്നെ ഒന്ന് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന അനേകം പേരെനിക്കറിയാം, അങ്ങനെ ഉയർന്നവരുണ്ട്, പ്രാർത്ഥിച്ച് ഉയർന്നവരുണ്ട്, പ്രാർത്ഥിച്ച് കരയേറി പോകുന്നവരുണ്ട്. നിങ്ങൾ പലർക്കും അനുഭവം കാണും. നിങ്ങൾ പ്രതിസന്ധികൾ വന്നപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങളുടെ വേദനാ വിഷയങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു. ഒരു വിധത്തിലും മനുഷ്യർക്ക് രക്ഷിക്കാൻ സാധ്യമല്ല എന്നുള്ള സ്ഥിതിയിൽ നിങ്ങൾ വലഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെയോ ദൈവം ഒരു പോം വഴി കാണിച്ചു തന്നു, എവിടുന്നോ ഒരു പോം വഴി കാണിച്ചു തന്നു, എവിടുന്നോ ഒരു അനുഗ്രഹം വന്നു.
ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താണ് പറഞ്ഞത്? നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിരെ വിസ്താരമാക്കണം. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. നിർബന്ധമായുള്ള പ്രാർത്ഥനയാണ്. കിട്ടാതെ അടങ്ങുകയില്ല എന്നുള്ള പ്രാർത്ഥന, മുട്ടിപ്പായിട്ടുള്ള പ്രാർത്ഥന. പരീക്ഷ നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്നു. മുട്ടിപ്പായി പ്രാർത്ഥിക്കൂ. കർത്താവേ, ഈ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം പരീക്ഷ തോറ്റു. ഈ പ്രാവശ്യം എനിക്ക് നീ ജയിപ്പിച്ചു തരണം. എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് ഞാൻ ജയിക്കില്ല. നീ എനിക്ക് ജയിപ്പിച്ചു തരണം. കർത്താവേ, നീ തന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജയിക്കും? കർത്താവേ, ഈ ബിസിനസ് ഇങ്ങനെ നഷ്ടപ്പെട്ടു വരുന്നു. ഞാൻ ഒന്ന് കയറി പോരാമെന്ന് വിചാരിച്ചാണ് ബിസിനസ് തുടങ്ങിയത്. എൻ്റെ ബിസിനസ് തളർന്നു പോകുന്നല്ലോ. കർത്താവ്, ഒന്ന് അനുഗ്രഹിച്ച് തരണം. ഒരു നല്ല നിലവാരം തരണം. കർത്താവ്, നീ ഒന്ന് അനുഗ്രഹിക്കണം. എൻ്റെ അതിര് നീ വിസ്താരമാക്കി തരണം. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. എൻ്റെ അതിര് നീ വിശാലമാക്കണം. എന്നോട് കൃപ തോന്നി എൻ്റെ അതിര് വിശാലമാക്കി തരണമേ. വിശാലമാക്കി തരിക. ദൈവത്തിന് സ്തോത്രം. ദ ബ്ലെസ്സിങ് ഓഫ് എൻലാർജ്മെൻറ്റ്. എൻലാർജ് ചെയ്ത് തരിക. ദൈവം അതിര് വിസ്താരമാക്കി തരും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ അതിര് ചുരുങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കൂ, പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. നിലവിളിച്ചാൽ നിലവിളി ശ്രദ്ധിക്കുന്നൊരു ദൈവമുണ്ട്. വിളിച്ചപേക്ഷിച്ചാൽ വിളി കേട്ട് വരുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ വിളിച്ചപേക്ഷിക്കൂ. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കൂ. ഇപ്പോൾ നിങ്ങളിരുന്ന് വചനം കേൾക്കുന്നു, ഞാനിവിടുന്ന് വചനം പറയുന്നു. ഇപ്പോൾ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഉണ്ടല്ലോ. യേശുക്രിസ്തു കാണുന്നുണ്ടല്ലോ. യേശുക്രിസ്തു നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നാം ഉള്ളം നൊന്ത് കരഞ്ഞാൽ, കർത്താവേ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാൽ, കർത്താവ് നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരും. ഇത് നിങ്ങൾ വിശ്വസിക്കുക. ഇതൊരു യാഥാർത്ഥ്യമാണിത്. അത്ഭുതകരമായൊരു സത്യമാണിത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സുന്ദരസിംഗ് ജീവിതത്തിൽ അനുഭവങ്ങൾ കിട്ടിയ ഒരു ദൈവവൈതലാണ്. ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് പറയാവുന്ന അത്രയും അനുഗ്രഹീതമായ ശ്രേഷ്ഠമായ ആത്മീയ അനുഭവങ്ങളുള്ള ഒരു ദൈവദാസൻ സുന്ദരസിംഗ്. അദ്ദേഹം പ്രാർത്ഥനയിൽ കൂടി ദൈവവുമായി സമ്പർക്കം പുലർത്തി. ചില അവസരങ്ങളിൽ അദ്ദേഹത്തെ ശത്രുക്കൾ വന്ന് വളഞ്ഞ് കൊല്ലുവാൻ നോക്കിയപ്പോൾ അദ്ദേഹം എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു. ശത്രുക്കൾ എങ്ങനെ പോയി എന്നറിഞ്ഞുകൂടാ. അവർ ഭയന്ന് പിന്മാറി. അദ്ദേഹം ഒന്നും ചെയ്തിട്ടല്ല. ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കൂ. ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. നമ്മെ കാണുന്നുണ്ട്. നമ്മെ അറിയുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് പറയുന്നത് കേൾക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാണുന്നൊരു ദൈവമുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ ചലനങ്ങൾ ശ്രദ്ധിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ കൂടി പോകുന്ന ചിന്തകൾ കാണുന്നൊരു ദൈവമുണ്ട്. അവിടെ ഒരു ഏങ്ങലടി നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുമ്പോൾ അത് ഒപ്പിയെടുക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ മനസ്സിലെ വിതുമ്പലുകൾ ഓരോന്നോരോന്ന് പെറുക്കിയെടുക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ കണ്ണുനീര് തന്നെ തുരുത്തിയിലാക്കി വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. സത്യമാണിത്. യേശുക്രിസ്തു ജീവിക്കുന്നു. ഇത് മിഥ്യയാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പ്രാർത്ഥനയും പ്രാർത്ഥന കേൾക്കുന്നൊക്കെ പറയുന്നത് വെറും മിഥ്യയാണ്, ചില ഭീരുക്കളുടെ ധാരണയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ചിന്തിക്കട്ടെ. യേശുക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളത് നമ്മുടെ അനുഭവമായി മാറണം. ഞാൻ നിലവിളിച്ചു, ദൈവം കേട്ടു, നമ്മുടെ അനുഭവമായി മാറണം. ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മുതൽ നിങ്ങൾ ചില വിഷയങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവെ, മനസ്സറിഞ്ഞ് ഞാനൊരു പാപത്തിലേക്ക് പോയില്ല. കർത്താവെ, ഉള്ളറിഞ്ഞ് ഒരു തെറ്റെൻ്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കുകയില്ല. വന്നത് നിൻ്റെ രക്തത്താൽ കഴുകി തരണമേ. ഇപ്പോൾ തിരുമുമ്പാകെ ഞാൻ ഈ ആശയം കൊണ്ട് വരികയാണ്. എൻ്റെ ആശ, എൻ്റെ ആഗ്രഹം കൊണ്ട് വരികയാണ്. തിരുമുമ്പാകെ ഞാൻ വന്ന് എൻ്റെ ഈ ആശ ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ ഈ ആവശ്യം ഞാൻ സമർപ്പിക്കുകയാണ്. കർത്താവെ, എനിക്ക് വേറെ ഒന്നും വേണ്ട. എന്നെ സ്നേഹിക്കുന്ന യേശുവിനെ തിരിച്ചറിഞ്ഞ് യേശുവിനെ സ്നേഹിക്കാൻ എനിക്ക് ഹൃദയം തന്നാൽ മതി. കർത്താവെ, എൻ്റെ ഉള്ളം ഞാൻ പകരുന്നു. എൻ്റെ അതിര് നീ വിശാലമാക്കി തരണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അതിര് നീ വിശാലമാക്കി തരണം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല കാലം തരണം. അവരുടെ ഭാവി അപകടത്തിലാകാനിട വരരുത്. അവരെ യേശുവിനറിഞ്ഞ് ജീവിക്കാനിട വരണം. എൻ്റെ കർത്താവെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, എൻ്റെ വീട്ടുകാർ, എൻ്റെ സ്വന്തക്കാർ, അവർ യേശുവിനെ കാണണം. കർത്താവെ, അവരെ യേശു നല്ലവനാണെന്ന് അറിയണം. കർത്താവെ, നീ അത്ഭുതം പ്രവർത്തിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കൂ. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഇത് എത്രയേറെ നാളുകളായിട്ട് നിങ്ങൾ ഈ കൂട്ടായ്മയിൽ വരുന്നവരല്ലേ. പ്രാർത്ഥിക്കൂ, കാണാം സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഇറങ്ങി വരുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാം, ധൈര്യമായി വിശ്വസിക്കാം. ഇങ്ങനെ ഉള്ളഴിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജീവനുള്ള ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരികയും നിങ്ങളുടെ പ്രാർത്ഥന ഏറ്റെടുക്കുകയും ചെയ്യും. ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും.
37 സംഘത്തിൽ നാം വായിക്കും, നിങ്ങൾ കാണാൻ പഠിച്ചിട്ടുണ്ടാകും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് തരും. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഞാൻ കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് തന്നെ ഈ വാക്യം കാണാതെ പഠിച്ചു. ദിവസം വായിച്ചു പോയപ്പോൾ അതെന്നെ സ്പർശിച്ചു. എന്താ പറയും, ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ തരും. ഞാൻ ഓരോ സമയത്തും ആഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് ഞാൻ സമർപ്പിച്ചുകൊണ്ടിരുന്നു. വളരെ വസ്തുനിഷ്ഠമായ ആഗ്രഹങ്ങൾ, ആത്മീയമായ കാര്യങ്ങളല്ല, ഈ ലോകത്തിലെ കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ ഞാൻ ഓരോന്ന് ഓരോ ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഈ പാടത്ത് നെൽകൃഷിയുണ്ട്. നെൽകൃഷിക്ക് വിത്ത് വെള്ളത്തിലിടുമ്പോൾ ആ വിത്ത് ശരിയായ രീതിയിൽ മുളച്ചു വരാൻ പ്രാർത്ഥിക്കും. വിത്ത് വിതയ്ക്കേണ്ട ദിവസം കൂടുതൽ മഴ പെയ്ത് എക്കൽ ഇളകി പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഇത്ര ബാലിശമാണെന്ന് തോന്നും, വളരെ നിസ്സാരം തോന്നാം. പക്ഷേ അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനല്ലേ, നിങ്ങളെപ്പോലൊരു സാധു മനുഷ്യൻ. ഞാനും പ്രാരബ്ധങ്ങളുള്ളൊരു മനുഷ്യൻ, ഞാനും ഭാരങ്ങളുള്ളൊരു മനുഷ്യൻ, ഞാനും ആവശ്യങ്ങളുള്ളൊരു മനുഷ്യൻ. ഞാൻ ചോദിച്ചത് ഓരോന്ന് നിർബന്ധമായി ചോദിച്ചത് എൻ്റെ കരുണയുള്ള കർത്താവ് തന്നു, ഇന്നയോളം നടത്തി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചോദിച്ചു വാങ്ങുക, നിങ്ങൾ അപേക്ഷിച്ച് വാങ്ങുക, നിങ്ങൾ യാചിച്ച് വാങ്ങുക. അധരങ്ങളുടെ യാചന അവൻ നിഷേധിച്ചതുമില്ല. അധരങ്ങളുടെ യാചന നിഷേധിക്കാത്ത ദൈവം നിങ്ങളെ സഹായിപ്പാൻ നിങ്ങളുടെ അരികിലേക്ക് വരുന്നു. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ കർത്താവിനോട് പറയും, കർത്താവേ എന്നോട് നീ മനസ്സറിയണമേ. എൻ്റെ കർത്താവേ, ഇപ്പോൾ നിൻ്റെ തൃക്കരം എൻ്റെ നേരെ നീട്ടണമേ. എൻ്റെ അതിര് നീ ഒന്ന് വിശാലമാക്കി തരണമേ. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. യേശുവേ, നീ കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. തിരക്തത്താൽ എന്നെ കഴുകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളെല്ലാം കഴുകണമേ. ഇന്നു മുതൽ പുതിയ ജീവൻ നയിപ്പം ഞാനിതാ എന്നെ നിനക്ക് തരുന്നു. എന്നെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ, കരുണ തോന്നണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. പ്രൊഫസർ MY യോഹന്നാൻ പവർ വിഷൻ TV-യിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30-നും ഉച്ചയ്ക്ക് 1:30-നും രാത്രി 8:30-നും. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ MY യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 682311. ഫോൺ 9142303096.